ഒരു ഓഡിയോളജിസ്റ്റ് കേൾവിക്കേട് അടുത്തിടെ സംഭവിച്ചതാണോ എന്ന് പറയാനാകുമോ? ഈ കേടുപാട് എല്ലായിടത്തും തന്റെ വിരലടയാളങ്ങൾ വിട്ടുപോകുന്നു. പക്ഷേ മിക്ക ആളുകളും അത് തിരിച്ചറിയുന്നില്ല. എന്നാൽ ഓഡിയോളജിസ്റ്റുകൾക്ക് അത് എപ്പോൾ സംഭവിച്ചു എന്ന് ചോദിക്കാതെയും പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. ചെവി ഒരേസമയം തകരാറിലാകുന്നില്ല, അത് പാളികളായി മാറുന്നു. ആ പാളികൾ ഓരോന്നും വ്യത്യസ്തമായി പ്രായം ചേരുന്നു. കേൾവി നഷ്ടം പുതിയതാണെങ്കിൽ മസ്തിഷ്കം ബ്രെയിൻ ഇതിന് ഇതുവരെ സ്വയം പുനഃക്രമീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ശബ്ദം വിചിത്രമായി തോന്നും. മുഴുവൻ ശബ്ദമില്ലാതെയുമല്ല, വളരെ ശബ്ദമുള്ളതായുമല്ല, പക്ഷേ പരിചയമില്ലാത്തതുപോലെ. ആ പരിചയക്കുറവ് തന്നെയാണ് ഒരു പ്രധാന സൂചന. കാരണം മസ്തിഷ്കം വളരെ വേഗത്തിലാണ്. നഷ്ടം തുടർന്നു നിൽക്കുകയാണെങ്കിൽ അത് അതിനോട് പൊരുത്തപ്പെടും. ആ പൊരുത്തപ്പെടൽ തന്നെ ചില വിരലടയാളങ്ങൾ വിടുന്നു. ഓഡിയോളജിസ്റ്റുകൾ ശബ്ദത്തിന്റെ വോള്യം മാത്രം നോക്കുന്നില്ല. അവർ താരതമ്യം ചെയ്യുന്നു. ചെവി എന്താണ് പിടികൂടുന്നത്, മസ്തിഷ്കം എന്താണ് മനസ്സിലാക്കുന്നത്, ഇവ രണ്ടും തമ്മിൽ എവിടെയാണ് പൊരുത്തക്കേട്. ശബ്ദം തിരിച്ചറിയുന്ന കഴിവ് കുറഞ്ഞിരിക്കുമ്പോഴും സംസാരത്തിന്റെ ബോധ്യം പൂർണ്ണമായി തകരാതെ ഇരിക്കുകയാണെങ്കിൽ അതിന് സാധാരണയായി ഒരേ അർത്ഥമേ ഉണ്ടാകൂ. ഈ കേൾവി നഷ്ടം അവിടെ ഏറെ നാളായില്ല. അതുകൊണ്ട് പല കേസുകളിലും ഓഡിയോളജിസ്റ്റുകൾക്ക് കേൾവി കേടുപാട് പുതിയതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. പുതിയ കേടുപാട് അസ്ഥിരമായി കാണപ്പെടും. പഴയ കേടുപാട് സംഘടിതമായിരിക്കും. കാരണം മസ്തിഷ്കം ഇതിനോടകം അതിനൊപ്പം ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിലെ പരിശോധന അത്ര പ്രധാനമായത്. ഒരിക്കൽ മസ്തിഷ്കം പൂർണ്ണമായി പൊരുത്തപ്പെട്ടാൽ പുനഃസ്ഥാപനം കൂടുതൽ ബുദ്ധിമുട്ടാകും. അസാധ്യമല്ല, പക്ഷേ കൂടുതൽ സമയമെടുക്കും. ഹിയേഴ്സ് ആപ്പിൽ ഹിയറിംഗ് ടെസ്റ്റുകൾ ഒരു ചെക്ക്ലിസ്റ്റായി കാണുന്നില്ല. അവയെ ഒരു ടൈംലൈൻ ആയാണ് കാണുന്നത്. കാരണം കേൾവി എപ്പോൾ മാറി എന്നറിയുന്നത് ഇനി എന്തെല്ലാം സാധ്യമാണെന്ന് മാറ്റാൻ കഴിയും.